ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അദ്ധ്യായം 1. അൽ ഫാത്തിഹ. മക്കയിൽ അവതരിച്ചത്. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ഈ അദ്ധ്യായത്തോടെ ആയതുകൊണ്ടാണ് ഇതിന് ഫാത്തിഹ അഥവാ പ്രാരംഭം എന്നു പേർ നൽകപ്പെട്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു. അർ-റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയും. മാലികി യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കേണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വകുല്ല ളലാലത്തിൻ ഫിന്നാർ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും വസിയ്യത്തുകളും ജീവിതത്തിൽ പുലർത്തി പാലിച്ച് തഖ്വയിലൂന്നിയ ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇനി മിമ്പറിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊരു ഖുതുബയായി കേൾക്കുകയുണ്ടായത്. കുട്ടികളെ വളർത്തുമ്പോൾ, കുട്ടികൾക്ക് ശിക്ഷണം നൽകുമ്പോൾ സംസ്കരണത്തിൽ കുട്ടികളെ വളർത്തുവാൻ പണിയെടുക്കുമ്പോൾ ഒരു വിശ്വാസി ഏറെ ശ്രദ്ധിക്കേണ്ടതായ, വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടതായ ഒരു വിഷയം. അതാണ് ഈ മിമ്പറിൽ ഏതാനും ചരിത്ര സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. കുട്ടികളുടെ തർബിയത്തിൽ ഒരു മുറബ്ബി ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ, തർബിയത്തിൽ പ്രഥമ പരിഗണന നൽകേണ്ടതായ വിഷയമേതാണ്? അത് വിശ്വാസ സംസ്കരണവും
കറകളഞ്ഞ തൗഹീദുമാണ്. എഴുതാൻ ചിത്തവും വെള്ളക്കടലാസും ഒന്നുപോൽ പതിയും രണ്ടിലും എഴുതുന്നവയൊക്കെയും കുരുന്നു മനസ്സുകളും വെള്ളക്കടലാസും ഒരുപോലെയാണ്. എന്തെല്ലാമാണോ അതിൽ എഴുതപ്പെടുന്നത് അതെല്ലാം അവയിൽ പതിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുരുന്നുകളുടെ മനസ്സിൽ നമ്മൾ വിഷയങ്ങളെ ഊട്ടുമ്പോൾ, വിഷയങ്ങൾ ശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസ സംസ്കരണം, തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കൽ എന്ന വിശ്വാസത്തെയാണ് ഒരു വിശ്വാസി ഏറെ ശ്രദ്ധിക്കേണ്ടത്. തൗഹീദ് എന്നാൽ അത് കൃത്യമാകുന്നതിലും അതിൻ്റെ സാക്ഷാത്കാരത്തിലുമാണ് നമ്മുടെ ഇഹത്തിലെയും പരത്തിലെയും വിജയവും രക്ഷയും കുടിക്കൊള്ളുന്നത്. വിശ്വാസം ശരിയാകാതെ, തൗഹീദ് കൃത്യമാകാതെ ഒരാളുടെയും പുണ്യപ്രവൃത്തികൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇഹത്തിലും പരത്തിലും അവർക്ക് അള്ളാഹു ഗുണം പറഞ്ഞിട്ടില്ല. അള്ളാഹു നബിമാരെ എല്ലാവരെയും നിയോഗിച്ചയച്ചത് പ്രധാനമായി ആളുകളുടെ വിശ്വാസം ശരിപ്പെടുത്തുവാനും അള്ളാഹുവിൻ്റെ ഏകത്വം അവരെ അംഗീകരിപ്പിക്കുവാനുമാണ്. അള്ളാഹു വേദങ്ങളെ അയച്ചു, നബി പുങ്കവന്മാരെ നിശ്ചയിച്ചു, ദഅവത്ത് ഇവിടെ നിലനിർത്തണം എന്നുള്ളത് നിഷ്കർഷിച്ചു. അതിൽ പ്രധാനമായി അള്ളാഹുവിൽ ലക്ഷ്യമിട്ടതും റബ്ബിൻ്റെ ഉദ്ദേശവും അത് കറകളഞ്ഞ തൗഹീദാണ്. ആളുകൾ അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ കൽപ്പും അറിഞ്ഞ് അവൻ്റെ കഴിവും അവൻ്റെ ശക്തിയും അവൻ്റെ വിശാലമായ കാരുണ്യവും അവൻ്റെ ഗുണഗണങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ നാമങ്ങൾ, ആ നാമങ്ങളുടെ തേട്ടങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ ഇബാദത്തുകളെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സമർപ്പിച്ച് തികഞ്ഞ ഒരു ഏകദൈവ വിശ്വാസിയായി ഇവിടെ ആളുകൾ ജീവിക്കണം. അതിനാണ് അവരുടെ രക്ഷ ഇഹത്തിലും നാളെ പരത്തിലും. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ എന്തിനാണത്? അനി അബ്ദുല്ലാഹ്, അവർ അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരെ അവർ കയ്യൊഴിക്കുകയും വേണം. തൗഹീദ് വേണം, ശിർക്ക് ഒഴിവാക്കണം. ഈ സന്ദേശത്തിലാണ് എല്ലാ റസൂലുമാരെയും നിയോഗിച്ചിട്ടുള്ളത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഖാതബത്താണ്, അഭിസംബോധനയാണ്. ഏത് സന്ദേശത്തിലല്ലാതെ? ഞാനല്ലാതെ ആരാധ്യൻ ആരുമേയില്ല, അതുകൊണ്ട് അവർ എനിക്ക് ഇബാദത്തെടുക്കട്ടെ എന്ന സന്ദേശം പകർന്നു നൽകിയിട്ടല്ലാതെ. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നബിമാരെ, റസൂലുമാരെ നിയോഗിച്ചയച്ചതിൽ വിശ്വാസ സംസ്കരണമാണ് പ്രധാനപ്പെട്ട വിഷയം. വേദങ്ങളെ അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ അതിലും വിശ്വാസ സംസ്കരണമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത് വലിയവരോടുള്ള ദഅവത്തിലും പ്രായം തികഞ്ഞവരോടുള്ള വിളിയിലും മാത്രം വിഷയീഭവിക്കേണ്ടതായ ഒരു മസ്അലയല്ല. പ്രത്യുത കുരുന്നുകളെ വളർത്തി വലുതാക്കുമ്പോൾ അവരുടെ സംസ്കരണത്തിൽ പ്രധാനമായി ആളുകൾ ശ്രദ്ധ ഊന്നേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പല ബോധവൽക്കരണ പരിപാടികളും ശിക്ഷണ പരിപാടികളും സംസ്കരണ പരിപാടികളും പല വേദികളിൽ പലരിൽ കാണുവാൻ സാധിക്കും. മാതാപിതാക്കളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അയൽപക്കത്തോടുള്ള പെരുമാറ്റം, കൂട്ടുകാരോടുള്ള പെരുമാറ്റം, നാടിനോടുള്ള കൂറ്, കുടുംബത്തോടുള്ള ബന്ധം, ഇതേപോലെ പലവിധ ആദാബുകൾ, മര്യാദകൾ, ഇതിൻ്റെയൊക്കെ വിഷയത്തിൽ പലവിധ ശിക്ഷണ പരിപാടികൾ കാണുവാൻ സാധിക്കും. പക്ഷേ കുരുന്നുകളുടെ തർബിയത്തിൽ, സംസ്കരണത്തിൽ ശ്രദ്ധയൂന്നുന്ന ഇത്തരം ആളുകൾ വരെ വിശ്വാസ സംസ്കരണത്തെ മുഖവിലക്കെടുക്കാത്ത
അതിനൊരു ഊന്നൽ നൽകാത്ത വിധമുള്ള പ്രോഗ്രാമുകളും പരിപാടികളും സംഘടിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. കുരുന്നുകളെ സംസ്കരിക്കുക എന്നുള്ള വിഷയം അത് ശ്ലാഘനീയമായ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ അതിൽ പ്രഥമ പരിഗണന നൽകേണ്ടതായ ഒരു ഭാഗം ഒഴിച്ചു നിർത്തിയാൽ അவ்விധമല്ല കുരുന്നുകളെ സംസ്കരിക്കപ്പെടുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരം പരിപാടികൾ ഫലം കാണുകയോ അത് വിജയം കൊയ്യുകയോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുരുന്നുകളുടെ മനസ്സിൽ അള്ളാഹു ആരെന്നും അവൻ്റെ പ്രത്യേകതകൾ എന്തെന്നും അള്ളാഹു മാത്രം തനിക്ക് പ്രത്യേകമാക്കിയതെന്തെന്നും അത് നട്ട് പിടിപ്പിച്ചില്ല എങ്കിൽ, നട്ടു വളർത്തിയില്ല എങ്കിൽ വളരും തോറും വളരുന്ന ഒരു തലമുറയായിരിക്കും ഇവിടെ സൃഷ്ടിക്കപ്പെടുക. യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ഊന്നിയ ഒരു സംസ്കരണവും ബോധവൽക്കരണവുമാണ് വിശ്വാസികൾ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, പരിപാടികളിൽ ശ്രദ്ധിക്കേണ്ടത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുരുന്നുകളുടെ മനസ്സിൽ വിശ്വാസം ഊട്ടിയതിൻ്റെ, അതേപോലെ കുരുന്നുകളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വവും ഗാംഭീര്യവും അത് തെളിയുന്നതിൻ്റെ ചില കർമ്മങ്ങൾ, ചില ചരിതങ്ങൾ ലോകർക്ക് മാതൃകയാകുവാൻ ചെയ്തിട്ടതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ മിമ്പർ ഖുത്ബയിൽ നമ്മൾ പ്രധാനമായി കേൾക്കുകയുണ്ടായത്. 5 സംഭവങ്ങളെയാണ് അതിൽ അദ്ദേഹം ഉണർത്തിയത്. ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന കുട്ടിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ സഞ്ചരിക്കുന്ന വാഹനപ്പുറത്ത് തൻ്റെ പിന്നിലിരുത്തി പഠിപ്പിച്ചതും ബോധവൽക്കരിച്ചതുമായ ഒരു വിഷയമാണ്. ഇബ്നു അബ്ബാസ് കുട്ടിയാണ്. പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുരുന്നിനെ തൻ്റെ പിന്നിലിരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു, ബഹുമാനിച്ചു, അദ്ദേഹത്തിന് സ്ഥാനം കൽപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ മനസ്സ് കവർന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൈപ്പിടിയിലെത്തിയ മനസ്സിലോടെന്ന പോലെ ഇബ്നു അബ്ബാസിനെ വിളിച്ച് യാ ഗുലാം, കുട്ടി എന്ന് വിളിച്ച് ആ മനസ്സിലേക്ക് ഓതിക്കൊടുത്തതായ വരികളെല്ലാം അള്ളാഹുവിനെ അറിയിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും കെൽപ്പും അറിയിക്കുന്നതാണ്. അള്ളാഹു അർഹിക്കുന്നത് എന്ത് എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ടും അറിയിച്ചുകൊണ്ടുമാണ്. ഇമാം ബുഖാരിയുടെയും മറ്റുമൊക്കെ റിവായത്തിൽ വന്ന ചില റിപ്പോർട്ടുകളെയാണ് നമ്മൾ ഈ ഖുത്ബയിൽ കേട്ടത്. ആ വിഷയത്തിൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? യാ ഗുലാം ഇഹ്ഫദില്ലാ യഹ്ഫദുക്, യാ ഗുലാം ഇഹ്ഫദില്ലാ തജിദുഹു തുജാഹക്. അള്ളാഹുവിനെ സൂക്ഷിച്ചോ, അള്ളാഹുവിൻ്റെ സംരക്ഷണം നിനക്ക് വരും. കുട്ടിനോട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നീ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്, അള്ളാഹുവിൻ്റെ അറിവിലാണ്, അള്ളാഹുവിൻ്റെ കേൾവിയിലും കാഴ്ചയിലും പിടുത്തത്തിലുമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അതേപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്റെ മുമ്പിൽ നിന്നെ സഹായിക്കുന്നവനായി, സംരക്ഷിക്കുന്നവനായി അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. തജിദുഹു തുജാഹക്. വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുമ്പോൾ, അർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് അർത്ഥിക്കുക. നീ സഹായ അഭ്യർത്ഥന നടത്തുമ്പോൾ, സഹായത്തേട്ടം നടത്തുമ്പോൾ അള്ളാഹുവിനോട് സഹായം തേടും. അള്ളാഹുവിനുള്ള അവകാശങ്ങൾ അത് അള്ളാഹുവിന് മാത്രം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് തേട്ടവും രക്ഷയ്ക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനവും. അത് ആരോടെ ആകാവൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഉണർത്തുകയാണ്. ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക, സഹായ അഭ്യർത്ഥന നടത്തുമ്പോൾ അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഉണർത്തുകയാണ് വീണ്ടും. വഅലം അന്നൽ ഉമ്മത ഖദ് ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലൻ യദുറൂക ഇല്ലാ ശൈഉൻ ഖദ് ഖതബഹു അല്ലാഹു ലക്. സമൂഹം ഒന്നടങ്കം
വഅലം അന്നൽ ഉമ്മത ഇദ ഇജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ, സമൂഹം ഒന്നടങ്കം നിനക്കൊരു ഗുണം ചെയ്യുവാൻ, ഒരു ഉപകാരം ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ലം യൻഫഉക, അവർ നിനക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല, ഇല്ലാ ഖദ് കതബഹുല്ലാഹു ലക്, നിനക്കനുകൂലമായി നിനക്ക് വേണ്ടി അള്ളാഹു എന്താണോ വിധിച്ചിട്ടുള്ളത് അതല്ലാതെ. അള്ളാഹു എന്താണോ നിർണയിച്ചത്, അള്ളാഹു എന്താണോ വിധിച്ചത്, അത് മാത്രമേ നിനക്ക് ഉപകാരം ചെയ്യുവാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. സമൂഹം ഒന്നടങ്കം ഒത്താലും അള്ളാഹു വിധിക്കാത്തത്, അള്ളാഹു നിനക്ക് തീരുമാനിക്കാത്തത് ഉപകാരമായി നിനക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല അവർക്ക് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് ശ്രദ്ധ ചെലുത്തി. അള്ളാഹുവിൻ്റെ കെൽപ്പെന്ത്, അള്ളാഹുവിൻ്റെ കഴിവെന്ത്, അള്ളാഹുവിൻ്റെ മഹത്വം എത്ര എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ കുരുന്നിൻ്റെ മനസ്സിൽ പറഞ്ഞ് പിടിപ്പിക്കുകയാണ്. മാത്രമല്ല വീണ്ടും തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തുടർത്തുന്നത്, വഅലം അന്നൽ ഉമ്മത ഖദ് ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലൻ യദുറൂക ഇല്ലാ ഖദ് കതബഹുല്ലാഹു അലൈക, സമൂഹം ഒത്തുകൂടി നിനക്കൊരു ഉപദ്രവം ഏൽപ്പിക്കുവാനാണ് അവർ ഒത്തുകൂടിയത് എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, അള്ളാഹു നിനക്കെതിരിൽ എന്തെഴുതിയോ തീരുമാനിച്ചോ അതല്ലാതെ യാതൊരു ഉപദ്രവവും നിനക്ക് വരുത്തുവാൻ അവർക്കാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെയും അള്ളാഹുവിൻ്റെ ഖദറിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കഴിവെത്ര, അള്ളാഹുവിൻ്റെ ശക്തി എത്ര, ലോകം മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തെ മറികടക്കുവാനും അള്ളാഹുവിൻ്റെ കഴിവിനെ മറികടക്കാനും അവർക്കാവുകയില്ല. എല്ലാത്തിനും കഴിവുള്ളവൻ, എല്ലാത്തിനും കെൽപ്പുറ്റവൻ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ, എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവൻ അത് മേലായ റബ്ബാണ് എന്നുള്ള വിഷയം, അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുന്നതിൽ പ്രധാനമായത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കുരുന്ന് മനസ്സിൽ നട്ടുപിടിപ്പിച്ചതായ വിഷയങ്ങൾ ഇതിൻ്റെ ചില റിവായത്തുകളിൽ ഇപ്രകാരം കൂടി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, ഇഹ്ഫദില്ലാഹ് തജിദുഹു അമാമക്, അള്ളാഹനെ സൂക്ഷിച്ചോ, അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുമ്പിൽ കണ്ടെത്താം. എങ്ങനെ അള്ളാഹുവിനെ മുമ്പിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മളുടെ വിഷയങ്ങളിൽ, നമ്മുടെ കാര്യങ്ങളിൽ നമ്മളുടെ സംരക്ഷകനായി, നമുക്കുള്ള കാവലായി, നമുക്ക് ബോധനമേകുന്നവനായി, നമുക്ക് സഹായം പകരുന്നവനായി നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അതാണ് ഇഹ്ഫദില്ലാഹ് തജിദുഹു അമാമക്, തഅറഫ് ഇലല്ലാഹ് ഫിർ റഖാ യഅരിഫ്ക ഫിശിദ്ദ. പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത് തഅറഫ് ഇലല്ലാഹ് ഫിർ റഖാ, നിന്റെ ക്ഷേമകാലത്ത്, നീ സൗഖ്യത്തിലാകുമ്പോൾ, നീ സമാശ്വാസത്തിലാകുമ്പോൾ, നീ സുഖത്തിലാകുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുണ്ട് എന്ന ബോധത്തിൽ ജീവിക്ക്. സുഖത്തിൽ, ക്ഷേമത്തിൽ, ധന്യതയിൽ, ഐശ്വര്യത്തിൽ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിൻ്റെ നോട്ടത്തിലും പിടുത്തത്തിലും സംരക്ഷണത്തിലുമാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടെ ജീവിച്ചാൽ യഅരിഫ്ക ഫിശിദ്ദ, നിനക്ക് ഞെരുക്കത്തിൻ്റെ നാളുകൾ വരുമ്പോൾ, ക്ഷാമകാലം വരുമ്പോൾ, പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോൾ അള്ളാഹു നിന്നെയും അറിയും. അപ്പം സംരക്ഷകനായി, സഹായിയായി, നിനക്ക് താങ്ങായി, തണലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിപൽ ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, കാലുഷ്യങ്ങളിൽ, രോഗങ്ങളിൽ, പൊറുതിമുട്ടുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്നവനാകുവാൻ, നമ്മളെ താങ്ങുന്നവനാകുവാൻ, നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വന്നണയുവാൻ വേണ്ടത് ഇതൊന്നും ഇല്ലാത്ത നാളുകളിൽ സുഖിച്ച് ആസ്വദിച്ച് ക്ഷേമത്തിൽ ധന്യതയിൽ കഴിയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ അറിയണം, ആ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ അറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പിടുത്തത്തിലും അവൻ്റെ നിയന്ത്രണത്തിലും തന്നെയാണ് ഞാനുള്ളത് എന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ കുരുന്നിൻ്റെ തെളിഞ്ഞ മനസ്സിൽ പകർത്തി കൊടുക്കുന്നതായ വിഷയങ്ങൾ, തഅറഫ് ഇലല്ലാഹ് ഫിർ റഖാ യഅരിഫ്ക ഫിശിദ്ദ,
നീ സുഖത്തിൽ ക്ഷേമത്തിലാകുമ്പോൾ അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക. എങ്കിൽ നിന്റെ ഞെരുക്കത്തിൻ്റെ, ക്ലേശത്തിൻ്റെ, പ്രയാസത്തിൻ്റെ സമയത്ത് അള്ളാഹു നിന്നെ അറിയും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നതിന് ശേഷം വീണ്ടും തിരുനബിയുടെ വസിയ്യത്തുകൾ തുടരുകയാണ്. എന്താ തിരുനബി പറയുന്നത്? വഅലം അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്താഅക ലം യകുൻ ലിയുസീബക. നിനക്ക് ബാധിച്ചതൊന്നും നിന്നെ തെറ്റിപ്പോകാനുള്ളതല്ല എന്ന് നീ മനസ്സിലാക്ക്. നിന്നെ ബാധിക്കാതെ ഏൽക്കാതെ പോയത് അത് നിന്നെ ഏൽക്കുവാനുള്ളതല്ല എന്നും നീ മനസ്സിലാക്ക്. എന്താ പറഞ്ഞത്? നിനക്ക് എന്തെല്ലാം ബാധിച്ചോ, നിന്നിൽ എന്തെല്ലാം വന്നു ഭവിച്ചോ, അതൊക്കെ നിന്നെ തെറ്റിപ്പോകാനുള്ളതല്ല, അത് നിനക്ക് ഭവിക്കാനുള്ളതും നിന്നിൽ സംഭവിക്കാനുള്ളതാണ്. കാരണം അള്ളാന്റെ ഖദറാണ്. നിന്നെ ബാധിക്കാതെ പോയത്, നിന്നിൽ നിന്ന് തെറ്റിപ്പോയത് അതൊരിക്കലും നിന്നെ തെറ്റിപ്പോകാനുള്ളതല്ല, അത് നിനക്ക് ഭവിക്കുവാൻ, നിന്നിൽ ഭവിക്കുവാൻ, നിനക്ക് സംഭവിക്കുവാൻ അള്ളാഹു വിധിച്ചതാണ്. അതുകൊണ്ട് നീ അതറിഞ്ഞ് മനസ്സിലാക്കിക്കോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന കുട്ടിയുടെ മനമുഖരത്തിലേക്ക് ദീനിൻ്റെ അഖീദയുടെ വരികൾ പറഞ്ഞു കൊടുക്കുകയാണ്. വഅലം അന്നൻ നസ്ര മഅ സബ്ർ വഅന്നൽ ഫറജ് മഅൽ കർബ് വഅന്നൽ യുസ്ര മഅൽ ഉസ്ർ. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? വഅലം, കുട്ടി നീ അറിഞ്ഞ് മനസ്സിലാക്ക്, അന്നൻ നസ്ർ, വിജയം, മഅ സബ്ർ, അത് ക്ഷമയോടൊപ്പമാണ്, സഹിഷ്ണുതയോടൊപ്പമാണ്. വിജയം വേണോ? ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടാകണം. അതോടൊപ്പമാണ് വിജയം പറയപ്പെട്ടിട്ടുള്ളത്. വഅന്നൽ ഫറജ് മഅൽ കർബ്, സമാശ്വാസവും മുക്തിയും അത് വേണമെങ്കിൽ അത് ഉള്ളത്, നിശ്ചയിക്കപ്പെട്ടത് ഞെരുക്കത്തോടൊപ്പമാണ്. ഞെരുക്കവും ക്ലേശവും അതിനപ്പുറമാണ് ആശ്വാസവും വിശാലതയും പറയപ്പെട്ടിട്ടുള്ളത്. വഅന്നൽ യുസ്ർ മഅൽ ഉസ്ർ, എളുപ്പം നിശ്ചയിക്കപ്പെട്ടത് ഞെരുക്കത്തിനപ്പുറമാണ്. ക്ലേശത്തിനും പ്രയാസത്തിനും അപ്പുറമാണ് എളുപ്പം നിശ്ചയിക്കപ്പെട്ടുള്ളത്. അത് നീ മനസ്സിലാക്കിക്കോ. അപ്പോൾ ക്ഷമിച്ചോ, ക്ഷമക്കപ്പുറം വിജയമുണ്ട്. ഒരു ക്ലേശം വന്നോ, ആ ക്ലേശത്തിനപ്പുറം എളുപ്പവും മോക്ഷവും രക്ഷയും ഉണ്ട്. അതേപോലെ തന്നെ ഞെരുക്കമുണ്ടോ, ആ ഞെരുക്ക നാളുകൾക്കപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖത്തിൻ്റെയും അതേപോലെ തന്നെ വിശാലതയുടെയും ലോകത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതൊക്കെ നീ മനസ്സിലാക്കിക്കോ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തുകൾ. അപ്പോൾ നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വവും അതേപോലെ തന്നെ ദീനി അഖീദയും ആദർശവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ പഠിപ്പിച്ചത്, അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ തർബിയത്തിൻ്റെ വിഷയത്തിൽ അതിലെ വിഷയങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, വിഷയങ്ങളെ ക്രമീകരിക്കുമ്പോൾ, ഈ അഖീദയുടെ വിഷയം, തൗഹീദിൻ്റെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടതായ ഇൽമിൻ്റെ, അറിവിൻ്റെ വിഷയം, അത് വളരെയധികം പ്രാധാന്യത്തിൽ അതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ളതായ ഒരു ക്രമീകരണമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ കേട്ടത്. ഇതേപോലെ മറ്റൊരു സംഭവം അബൂ റാഫിയിൽ നിന്ന് ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത സംഭവം. ഇമാം തുർമുദി ഈ സംഭവത്തെ ഹസനുൻ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഈ സംഭവം സഹീഹാണോ എന്നതിൽ തങ്ങളുടെ വീക്ഷണങ്ങൾ വിശദീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അബൂ റാഫി റിപ്പോർട്ട് ചെയ്യുന്നത് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദന ഫീ ഉദുനിൽ ഹസൻ ലമ്മ വലദത്ഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഹസനെ പ്രസവിച്ചപ്പോൾ തിരുനബി ഹസന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു എന്നുള്ളതാണ്. ഈ സംഭവം തുർമുദിയാണ് റിവായത്ത് ചെയ്തത്. ഇമാം ഇബ്നു അൽ ഖയ്യിമിനെ പോലുള്ളവർ ഈ സംഭവം കൊണ്ട് തെളിവെടുക്കാം, ഇത് ഹസന്റെ ദറജയിൽ നിൽക്കുന്നു എന്ന പക്ഷക്കാരാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ ആദ്യകാലത്ത് ഈ ഹദീസ് കൊണ്ട് അമലെടുക്കാം എന്നുള്ള വീക്ഷണക്കാരായിരുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് എനിക്കത് ദുർബലമാണെന്ന് ബോധ്യപ്പെട്ടു, അതിനാൽ ഹദീസ് ദുർബലമാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ ഹദീസ് കൊണ്ട് തെളിവെടുക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാർ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളതായ പണ്ഡിതന്മാർ
പറയുന്നത്, ഹസൻ റളിയല്ലാഹു തആല അൻഹു പ്രസവിക്കപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസന്റെ ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇഖാമത്ത് കൊടുക്കുക എന്നുള്ള വിഷയത്തിൽ തെളിവില്ല. ആ വിഷയത്തിൽ വന്ന ഹദീസ് തീർത്തും ദുർബലമാണ്. പണ്ഡിതന്മാർ അത് ഉണർത്തിയിട്ടുണ്ട്. അതായത് ബാങ്ക് കൊടുക്കുക ഒരു ചെവിയിൽ, മറ്റേ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുക എന്നുള്ളത് ഹദീസ് സഹിഹായി ഒരിക്കലും വന്നിട്ടില്ല. എന്നാൽ ബാങ്ക് കൊടുക്കുക എന്നുള്ള ഹദീസിന്റെ വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ചില പണ്ഡിതന്മാർ അതുകൊണ്ട് തെളിവെടുക്കാം എന്നുള്ള പക്ഷക്കാരാണ്. അതാണ് ഖതീബ് ആ വിഷയത്തിൽ കേൾപ്പിച്ചത്. പക്ഷേ ഇവിടെ ഇബ്നുൽ ഖയ്യിം കുട്ടികൾ പിറന്നാൽ അവരുടെ ചെവിയിൽ, കാതിൽ ബാങ്ക് വിളിക്കാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് ഒരു കുരുന്നിൻ്റെ അതിൽ ബാങ്ക് വിളിച്ചത്? അള്ളാഹുവിൻ്റെ നാമവും അള്ളാഹുവിൻ്റെ മഹത്വവുമാണ് ബാങ്ക്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ, അള്ളാഹു ഏറ്റവും മഹാൻ എന്ന് തുടങ്ങി അതിലുള്ളത് തൗഹീദിൻ്റെ വചനങ്ങളാണ്, ഷഹാദത്താണ്. അതുകൊണ്ട് തന്നെ ഒരു കുരുന്നിൻ്റെ ചെവി ആദ്യമായി കേൾക്കുന്നതും അകത്തേക്ക് ആദ്യമായി പ്രവേശിക്കുന്നതുമായ വിഷയങ്ങൾ അത് തൗഹീദിൻ്റേതാകട്ടെ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നതാകട്ടെ എന്നതായിരിക്കാം അതിൻ്റെ ഹിക്മത്ത് എന്ന നിലയിലാണ് ഇബ്നുൽ ഖയ്യിം ഇതിനെ പുരസ്കരിച്ച് സംസാരിക്കുന്നത്. ഏതായാലും ആ ഹദീസിൻ്റെ വിഷയത്തിൽ അത് സഹീഹാണോ അല്ലെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വീക്ഷണ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തെളിവെടുക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ പക്ഷമാണ് നമ്മളതിൽ കേൾക്കുകയുണ്ടായത്. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന് ആദ്യകാലങ്ങളിൽ ഞാൻ കേൾപ്പിച്ചതുപോലെ ഹദീസ് കൊണ്ട് തെളിവെടുക്കാം എന്ന പക്ഷക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് എനിക്കതിൻ്റെ ദുർബലത ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അലാകുലിൻ ആ ഒരു വിഷയം ഈ വിഷയത്തിൽ രണ്ടാമതായി കേട്ടതാണ്. മൂന്നാമത്തേത്, ഇമാം അഹ്മദ് മുസ്നദിലും ഇമാം ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിത്ർ നമസ്കരിക്കുമ്പോൾ വിത്റിൻ്റെ ഖുനൂത്തിൽ ചൊല്ലുവാൻ പഠിപ്പിച്ച ഒരു ദുആയാണ്. ഹസൻ, നമ്മുടെ വിഷയം കുട്ടികളെ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുകയും കുട്ടികളുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവും അവന് മാത്രം അർഹിക്കുന്ന ഇബാദത്തുകളും അതിനെക്കുറിച്ചുള്ള അറിവും പകരലാണ്. ഇവിടെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നമസ്കരിക്കുമ്പോൾ നിർവഹിക്കുന്ന ഖുനൂത്തിലെ ലഫ്ളുകളാണ് പഠിപ്പിക്കുന്നത്. ഹസൻ ഭൂജാതനാകുന്നത് ഹിജ്റയുടെ 2ാമത്തെ വർഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന് ഹിജ്റയുടെ 2ാമത്തെ വർഷമാണ് ഹസൻ ജനിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഹസൻ റളിയല്ലാഹു തആലാന്റെ പ്രായം 7 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ഈ 7 വയസ്സിന് മുമ്പായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 7 വയസ്സ് തികയാത്ത ഒരു കുരുന്നിൻ്റെ മനസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ഒരു പ്രാർത്ഥനാ വചനം അതെന്താ? ഖുനൂത്തിലെ വിത്റിലെ ഖുനൂത്തിൽ ചൊല്ലുവാൻ പഠിപ്പിച്ച ആ ലഫ്ദുകൾ അതിൽ വാരിദായത് ഇമാം അഹ്മദിന്റെ റിവായത്തിലും അതേപോലെ മുസന്നഫിലും അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വഖ്നി ശർറ മാ ഖദൈത് ഫഇന്നക തഖ്ദി വലാ യുഖ്ള അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസ്സു മൻ ആദൈത് തബാറക്ത റബ്ബനാ വതആലൈത് ലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഇതാണ് ഹദീസിൽ വന്നതായ ലഫ്ദുകൾ. കുട്ടിയെ പ്രാർത്ഥിപ്പിച്ച് പഠിപ്പിക്കുക. എന്താണ് അതിൽ പറയുന്നത്? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീ ഹിദായത്ത് ഏകിയവരിൽ എനിക്കും നീ ഹിദായത്ത് കനിയണമേ. വആഫിനി ഫീമൻ ആഫൈത്, നീ സൗഖ്യം പകർന്നവരിൽ എനിക്കും നീ സൗഖ്യമേകണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ കാര്യങ്ങൾ ഏറ്റെടുത്തവരിൽ എൻ്റെ കാര്യങ്ങളും ഏറ്റെടുത്ത് നീ എന്നെയും ഏറ്റെടുക്കണമേ. വഖ്നി ശർറ മാ ഖദൈത്, നീ വിധിച്ചതിലെ വിപത്തുകൾ തിന്മകൾ അതിൽ നിന്ന് നീ എന്നെ കാക്കണമേ, സംരക്ഷിക്കണമേ. ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസ്സു മൻ ആദൈത്, അല്ലാഹുവേ നിന്നോട് സ്നേഹവും മൈത്രിയും വെച്ചവർ ഒരിക്കലും അപമാനിതരും നിന്ദ്യരുമാവുകയില്ല.
വല യഈസു മൻ ആദൈത്, നിന്നോട് ശത്രുതയും വൈര്യവും വെച്ചവർ ഒരിക്കലും പ്രതാപവാന്മാരും തല ഉയർത്തുന്നവരുമാവുകയില്ല. തബാറക്ത റബ്ബന വതആലൈത്, ഞങ്ങളുടെ റബ്ബേ മേലായ തമ്പുരാനെ, നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു, നീ അത്യുന്നതനായിരിക്കുന്നു. ലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ ഒരു രക്ഷാമാർഗവും രക്ഷാസ്ഥാനവും ഇല്ല. ഇതാണ് ആ ലഫ്ലുകൾ അർത്ഥമാക്കുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര മഹത്വപൂർണമായ ഗാംഭീര്യമായ ആശയങ്ങളെയാണ് ഈ അൽഫാദുകൾ ഉൾക്കൊള്ളുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ എന്ന കുരുന്നിനെ പഠിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തതായ വചനങ്ങളാണ് നമ്മളിതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളുടെ തർബീയത്തിൽ, സംരക്ഷണത്തിൽ, സംസ്കരണത്തിൽ എത്രമാത്രം ശ്രദ്ധയൂന്നി, ആ സംസ്കരണത്തിൽ തൗഹീദിനെ, ഏകദൈവ വിശ്വാസത്തെ വിഷയമാക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം ശ്രദ്ധ ചെലുത്തി. അതിനാൽ തന്നെ ഈ കുരുന്നുകൾ വളർന്നതും അവർ വലുതായതും അവർ ജീവിതം നയിച്ചതും ചരിത്രത്തിൽ എങ്ങനെയായിരുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ വിപൽഘട്ടങ്ങളിൽ അവർ അള്ളാഹു അല്ലാത്തവരിൽ ഹൃദയം നട്ടിട്ടില്ല, അള്ളാഹു അല്ലാത്തവരെ അവർ വിളിച്ചിട്ടുമില്ല, അള്ളാഹു അല്ലാത്തവരോട് അവർ പ്രാർത്ഥിച്ചിട്ടില്ല. തങ്ങളുടെ പ്രയാസങ്ങളിൽ, തങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ, തങ്ങളുടെ ഞെരുക്കങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് ഹൃദയം തുറന്ന് അവർ അപേക്ഷിക്കുകയും അവർ ചോദിക്കുകയും ചെയ്ത ഒരു ചരിത്രം നമുക്ക് കാണുവാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ എന്ന തൻ്റെ പൗത്രന്മാരെ മന്ത്രിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. പ്രസ്തുത സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി സഹീഹ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹസൻ ഹുസൈൻ, ഹസൻ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമയുടെ മൂത്ത പുത്രനാണ് ഹസൻ, പിന്നീട് ഹുസൈൻ. ഈ ഹസൻ ഹുസൈൻ കുട്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയുടെ മടിയിൽ പോറ്റി വളർത്തിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ അവരെ ഇഷ്ടപ്പെടുകയും അവരെ ഇഷ്ടപ്പെടുവാൻ നമുക്ക് പ്രചോദനമേകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അവരുടെ വിഷയത്തിൽ തിരുനബി ഉമ്മത്തികളെ വസിയത്ത് ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുന്നത്. ഹസനും ഹുസൈനും സ്വർഗ്ഗത്ത് രാജ്യത്തിൽ യുവാക്കളുടെ സയ്യിദുമാർ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ യുവാക്കളുടെ സയ്യിദന്മാരാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത്. റൈഹാനത്തായ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത്. റൈഹാന പുഷ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എൻ്റെ 2 റൈഹാന പുഷ്പങ്ങളാണ് ഹസനും ഹുസൈനും എന്ന് പറഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓമനിച്ച് വളർത്തിയ ഈ കുരുന്നുകൾ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതെന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസനും ഹുസൈനും വേണ്ടി മന്ത്രിക്കുമായിരുന്നു, റുഖിയ നടത്തുമായിരുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇതായിരുന്നു തിരുനബി അവരെ മന്ത്രിച്ചിരുന്നത്. ഉഈദുകുമാ, നിങ്ങൾ 2 പേർക്കും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു, രക്ഷ തേടുന്നു. എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്തിൽ? ബികലിമാത്തില്ലാഹി താമ്മ, സമ്പൂർണമായ വചനങ്ങളിൽ. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങളിൽ, അല്ലെങ്കിൽ ആ വചനങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും അഭയം തേടുന്നു, രക്ഷ തേടുന്നു. എന്താ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങൾ? അത് അള്ളാഹുവിൻ്റെ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളാണ്. താമ്മ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായത് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല താമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദില, വതമ്മത് കലിമതു റബ്ബിക്, നിന്റെ റബ്ബിന്റെ വചനങ്ങൾ പൂർണ്ണമായിരിക്കുന്നു. സിദ്ഖൻ, സത്യത്താലും, വഅദില, നീതിയാലും. അപ്പൊ നീതിയാലും സത്യസമ്പൂർണതയാലും സത്യത്താലും പൂർണ്ണമായ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതാണ് താമ്മത്തായ കലിമത്ത്. ചിലരും പറഞ്ഞത് അത് മഹാത്മാക്കളാണ്, പുണ്യാത്മാക്കളാണ്. അങ്ങനെ പുണ്യാത്മാക്കളോട് തേടാനും അങ്ങനെ പുണ്യാത്മാക്കളെ വിളിക്കാനും
മഹത്തുക്കളെ വിളിക്കാനും നേർച്ചക്കാരെ വിളിക്കാനും ശുഹദാക്കളെ വിളിക്കാനും ഇത് തെളിവാണ്. എത്ര വലിയ അപവാദമാണ് അവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല താമത്ത് സമ്പൂർണം എന്ന് പറഞ്ഞത് സമ്പൂർണമായവൻ അള്ളാഹ് മാത്രമാണ്. എല്ലാവിധ കമാലും എല്ലാവിധ ജമാലും അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. സമ്പൂർണത ഒരു മഖ്ലൂഖിനുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ തിരുനബിയുടെ തല പൊട്ടി, മുൻപല്ലുകൾ പൊട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രയാസത്തിലകപ്പെടുകയുണ്ടായി. തിരുനബി പറഞ്ഞു പോയി, കൈഫ യുഫ്ലിഹു ഖൗമുൻ ഷജ്ജു റസൂലഹും നബിയഹും, തങ്ങളുടെ പ്രവാചകന്റെ തല പൊട്ടിച്ച മുഖം കീറിയ ഒരു വിഭാഗം എങ്ങനെ വിജയിക്കാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിണമൊലിക്കുന്ന തൻ്റെ ശിരസിനെ, തൻ്റെ പൂമുഖത്തെ സാക്ഷിയാക്കിയിട്ട് പറയുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞത്, ലൈസ ലക മിനൽ അംരി ശൈഉൻ, കാര്യത്തിൽ നിന്ന് യാതൊന്നും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആ എതിർത്ത് ശപിച്ച് പ്രാർത്ഥിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഗുണദോഷിക്കുകയുണ്ടായി. അവിടെ മുറിവേറ്റ തല പൊട്ടി രക്തമൊലിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയാണ് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഇപ്രകാരം സംസാരിച്ചപ്പോൾ, അവർക്കെതിരിൽ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിലക്കുകയാണ്, പാടില്ല എന്ന് പറയുകയായിരുന്നു. പൂർണ്ണനാരാ? സമ്പൂർണൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെ കലിമത്തുകൾ, ആ അള്ളാഹുവിൻ്റെ കലാം വചനം അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് സമ്പൂർണ്ണമാണ്, കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അത് സമ്പൂർണ്ണമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണമാകുന്നു അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ, അത് സമ്പൂർണ്ണമാണ്. അപ്പോൾ ഈ സമ്പൂർണ്ണമായ വചനങ്ങളിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അഭയം തേടുന്നു എന്ന്, അള്ളാഹുവിൽ അഭയം തേടുന്നു, അതാണ് അതിൻ്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഉന്നത ആത്മാവും മഹാത്മാവും ആരുള്ളത്? ഒരു മഖ്ലൂഖുൽ ആദം സന്തതികളിൽ അഷ്റഫുൽ ഖൽഖായ സയ്യിദുൽ ഖൽഖായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഒരു മഹാത്മാവുമില്ല. അപ്പോൾ അവിടെ അഊദു ബികലിമാത്തില്ലാഹി താമാത്ത്, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഭയം തേടുന്നു, രക്ഷ തേടുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ കുട്ടികളെ മന്ത്രിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏതിൽ നിന്നാണ് അഭയം തേടുന്നത്? മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ, എല്ലാ പിശാചുക്കളിൽ നിന്നും അതേപോലെ തന്നെ വിഷജീവികൾ, ഇഴജന്തുക്കൾ, അവയിൽ നിന്നും, അവയൊക്കെ ഷെറിൽ നിന്ന്. അതേപോലെ തന്നെ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ദുഷിച്ച കണ്ണുകൾ, കണ്ണേറ് ബാധിക്കുന്നതായ കണ്ണുകളിൽ നിന്ന്, നോട്ടങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കലിമത്തുകളിൽ അഭയം തേടുകയാണ്. അപ്പോൾ ഇവിടെ ഹസൻ ഹുസൈൻ എന്നീ കുട്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിക്കുകയാണ് ഈ പ്രാർത്ഥനാ വചനങ്ങൾ കൊണ്ട്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ മന്ത്രം നിർവഹിച്ചതിന് ശേഷം ഹസൻ ഹുസൈൻ കുട്ടികളെ വിളിച്ചിട്ട് പറയുകയാണ്, ഖാന അബൂകുമാ യുഅവ്വിദു ബിഹ അൽ ഹസൻ ഇസ്മാഈല വ ഇസ്ഹാഖ്. എന്താ തിരുനബി പഠിപ്പിക്കുന്നത് കുട്ടികളെ? ഖാന അബൂകുമ, നിങ്ങളുടെ വാപ്പ, നിങ്ങൾ രണ്ടുപേരുടെയും പിതാവ്, യുഅവ്വിദു ബിഹ, ഈ പ്രാർത്ഥനാ വചനം കൊണ്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു. ആരെ? ഇസ്മാഈല വ ഇസ്ഹാഖ്, ഇസ്ഹാഖിനെയും ഇസ്മായിലിനെയും. ആരാ പിതാവ്? നിങ്ങളുടെ രണ്ടുപേരുടെയും പിതാവ് അത് അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശം. നിങ്ങളുടെ പിതാവ് ഇതുകൊണ്ട് മന്ത്രിക്കുമായിരുന്നു. ഏതുകൊണ്ട്? റസൂലുള്ളാഹി അവരെ മന്ത്രിച്ചതായ മന്ത്രം കൊണ്ട്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന ഈ മന്ത്രം കൊണ്ട് നിങ്ങളുടെ പിതാവ് മന്ത്രിക്കുമായിരുന്നു. ആരെ? ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും. ഇസ്മായിലും ഇസ്ഹാഖും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരുമ സന്തതികളാണ്. അവർ കുരുന്നുകളായിരിക്കെ അവരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതുകൊണ്ട് മന്ത്രിച്ചിരുന്നു എന്ന്, ഇത് മന്ത്രിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഖതീബ് ഉണർത്തിയതുപോലെ കുട്ടികളുടെ മനസ്സിൽ ആരുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ആരെക്കുറിച്ചാണ് നമ്മൾ ഉത്ബോധനമേകേണ്ടത്, ആരുടെ അറിവാണ് പകർന്നു കൊടുക്കേണ്ടത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസനെയും ഹുസൈനെയും ബന്ധിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടാണ്, ഇസ്മായിൽ ഇസ്ഹാഖ് അലൈഹിമസ്സലാം അവരുമായിട്ടാണ്. ഖതീബ് പറഞ്ഞതുപോലെ ഇന്ന് ഈ നബിമാരുടെ ചരിത്രങ്ങൾ അറിയുന്ന എത്ര കുട്ടികളുണ്ട്, കുട്ടികളെ മാറ്റി നിർത്താം, എത്ര വലിയവരുണ്ട്. നബിമാരുടെ പേരുകൾ, അവരുടെ വിഷയത്തിൽ വന്ന പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ എത്രയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ എത്രയുണ്ട്? എത്ര ആളുകൾക്കറിയാം നബിമാരെക്കുറിച്ച്? കുട്ടികൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ മുതിർന്നവരുടെ തലച്ചോറിൽ ഇത് വേണം. പണ്ട് ഖിലാഫത്തിൽ മാപ്പിളമാർ മറ്റുള്ളവരെ പിടിച്ചിട്ട് പറയുന്നതാണ് ചെല്ലടാ കെലിമ, ചെല്ലടാ കെലിമ. അപ്പം മാപ്പിള ചെല്ലിത്തരും കെലിമ എന്ന് പറയുമ്പോൾ മാപ്പിളക്ക് അത് ചൊല്ലിക്കൊടുക്കാൻ അറിയില്ല എന്നാണ്. അതുപോലെയാണ് പല മുതിർന്നവരുടെയും അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മൾ ഫാഖിദു ഷൈ ലാ യുഅതി എന്നാണ്. ഒരാളുടെ കയ്യിലൊരു സംഗതി ഇല്ല എങ്കിൽ അയാൾക്കത് പകർന്നു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ അടുത്തത് വേണം. അതിന് നമ്മൾ നമ്മളുടെ അവസരങ്ങളെയും ചാൻസുകളെയും ഉപയോഗപ്പെടുത്തണം. എത്ര ആളുകളുണ്ട്, എത്ര ക്ലാസ്സുകൾ, എത്ര വേദികൾ നമുക്കിവിടെ അൽഹംദുലില്ലാ അനുഗ്രഹീതമായിട്ടുണ്ട്. എത്ര ആളുകളുണ്ട് അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നവർ, അതിൽ വിഷയങ്ങൾ പഠിക്കുന്നവർ വളരെ കുറവാണ് എന്നുള്ളതാണ് ദീനി വിഷയങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിൽ ആളുകളുടെ താല്പര്യം. ഏതായാലും ഇവിടെ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതായ പേരുകൾ, അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതായ ചരിത്രങ്ങൾ, അത് മഹത്തുക്കളുടേതാണ്. അത് നമ്മുടെ നേതാക്കന്മാരുടെയും നായകന്മാരുടെയാണ്. ആ ചരിത്രം പഠിച്ചാൽ അവർ വളയൂല, അവർ നേരെയാകും, അവർ ഇസ്തിഖാമത്തിലാകും, അവരുടെ ജീവിതം ധന്യമാകും, അവരാൽ രക്ഷിതാക്കൾക്ക് കൺകുളിർക്കാൻ കഴിയും. അങ്ങനത്തെ ചരിത്രം ഇന്ന് പല കുട്ടികളുടെയും മനസ്സുകളിൽ പേരുകളുണ്ട്. പക്ഷെ അത് എത്ര സിക്സർ അടിച്ചു അത് ആരാണ്, എത്ര 4 അടിച്ചു അതാരാണ്, പിന്നെ എത്ര റൺസ് നേടി അതാരാണ്, അതേപോലെ എത്ര സിനിമ നായകന്മാർ, അതേപോലെ തന്നെ നായകിമാർ, അതേപോലെ സ്പോർട്സ് സ്റ്റാറുകൾ, അതേപോലെ വിവിധ കളികളിൽ പേരെടുത്തവർ, ഇതൊക്കെ കുറേ ആളുകൾക്ക് ഫാല ഫാല ഫാലു സർഫാക്കാൻ അറിയുന്നത് പോലെ വലിയവർക്കും ചെറിയവർക്കൊക്കെ അറിയണ വിഷയങ്ങളാണ്. ഒരു പ്രയാസമല്ല. ചില പേരുകളൊക്കെ എത്ര നാവ് തഴമ്പിക്കണത് പറയാൻ, എന്നാലും തത്തമ്മേ പൂച്ച പൂച്ച എന്നുള്ളത് കിളവികൾ വരെ പറയുന്ന ഒരു യുഗത്തിലാണുള്ളത്. എന്നാൽ ആദമു, നൂഹു, ഇദ്രീസ്, ഇബ്രാഹിം, ഇസ്ഹാഖ്, ഇസ്മായിൽ, യാക്കൂബ് തുടങ്ങി നബിമാരുടെ പേരുകൾ, അതേപോലെ തന്നെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ പേരുകൾ, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ ശിഷ്യഗണങ്ങൾ, മഹത്തുക്കൾ, അനുഗ്രഹീതർ, മുമ്പന്മാരായി സ്വർഗത്തിലേക്ക് പാറിയടുത്തവർ, അതിൽ ശുഹദാക്കൾ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആയിഷത്തുൻ വഹഫ്സത്തുൻ വസൗദത്തുൻ വസഫിയ്യത്തുൻ മൈമൂനത്തുൻ റംലത്തുൻ തുടങ്ങി സുന്ദരമായ പേരുകൾ, അവരുടെ ചരിത്രങ്ങൾ, ഇതൊക്കെ എത്ര ആളുകളുടെ മനസ്സിൽ, കുരുന്നുകളുടെ മനസ്സിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ദീനിൽ അല്ലാഹു ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകൾക്കും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വിഷയം ഹസൻ ഹുസൈൻ കുട്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റുഖിയ നടത്തിയത്. ആ റുഖിയ നടത്തുക എന്ന് പറഞ്ഞാൽ ശർഈയായിട്ടുള്ള ചികിത്സയാണ്. രോഗങ്ങൾ, പരീക്ഷണങ്ങൾ, അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, പൈശാചികത ശല്യങ്ങൾ, അതൊക്കെ മനുഷ്യന്മാർ കേൾക്കുമ്പോൾ നിർവഹിക്കുവാനുള്ള ഒരു ചികിത്സയാണ് പ്രാർത്ഥനയോടൊപ്പം ദുആഇനോടൊപ്പം റുഖിയ എന്ന് പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതായ ഒരു റുഖിയയാണ് നമ്മൾ കേട്ടത്. ഉഈദുകുമ ബികലിമാത്തില്ലാഹി തആമ്മാത്ത് മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, നിർവഹിച്ച റുഖിയയാണ്. ഇസ്മായിലിനും ഇസ്ഹാഖിനും ഈ റുഖിയ നിർവഹിച്ചിരുന്നു എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. മറ്റൊരു സംഭവം ഖതീബ് കേൾപ്പിച്ചത് ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിലും ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൽ മദീനയിൽ ഒരു കല്യാണം നടക്കുകയാണ്. ഒരു അൻസാരി വിവാഹിതനാകുന്ന കല്യാണം. ആ കല്യാണത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾ പാട്ട് പാടുകയുണ്ടായി. ആ പാട്ടിൽ ഒരു വരി വസൗജുക ഫിന്നാദി യഅലമു മാ ഫീ ഗദി എന്നായിരുന്നു.
വസൗജുക ഫിന്നാദി, പെണ്ണിനോട് അഭിസംബോധന ചെയ്തിട്ടാണ് അവർ പറയുന്നത്. സൗജുക്കി ഫിന്നാദി, നിങ്ങളുടെ ഭർത്താവ് നാദിയിലാണ്. നാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിൽ, ക്ലബിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. യഅലമു മാ ഫീ ഗദി, നാളെയുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ പറ്റും. അതൊരു കവിതയാണ്, അതാണ് അവർ പാടിയത്. വസൗജുക്കി ഫിന്നാദി യഅലമു മാ ഫീ ഗദി. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടികളോട് പറഞ്ഞു, ലാ യഅലമു മാ ഫിൽ ഗദി ഇല്ലല്ലാഹ്, നാളെയുടെ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. ഇമാം തബ്രാനിയുടെയും ഹാക്കിമിൻ്റെയും റിവായത്ത് ഇമാം ഹാക്കിം സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ദഹബിയും ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സംഭവത്തിന് സമാനമായിട്ടുള്ള മറ്റൊരു സംഭവമുണ്ട് സഹീഹുകളിൽ വാരിദായതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. ഖത്തീബ് ഉണർത്തിയതിനെ ഞാൻ ആദ്യമായി കേൾപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ഈ പെൺകുട്ടികൾ പാട്ട് പാടുമ്പോൾ പെണ്ണിനോട് പറയാണ്, നിങ്ങൾക്ക് ഭർത്താവുണ്ട്, അത് ആൾക്കൂട്ടത്തിലിരിക്കുന്നു, അയാൾ നാളെയുടെ കാര്യങ്ങൾ അറിയും എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നാളെയുടെ കാര്യങ്ങൾ അറിയുന്നവൻ ആരാണ്? ഭാവി അറിയുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, വാനങ്ങളിലും ഭൂമിയിലും ഗൈബ് അറിയുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ പഠിച്ച. അതുകൊണ്ട് തന്നെ അല്ലാഹുവാണ് നാളെയുടെ വർത്തമാനങ്ങൾ അറിയുന്നത്. യഅലമു മാ ഫീ ഗദ്, അതാരാ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പോൾ അല്ലാഹു മാത്രം അറിയുന്നൊരു കാര്യം ഒരു മഖ്ലൂക്കിലേക്ക് ഈ കുട്ടികൾ ചേർത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അവരെ തിരുത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൈബ് അയാൾക്കറിയില്ല എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം ഗൈബ് നാളെയുടെ കാര്യങ്ങൾ അറിയുന്നവൻ അത് അല്ലാഹു മാത്രമാണെന്ന് പറഞ്ഞ് യഥാർത്ഥ വിശ്വാസം അവരുടെ മനസ്സിൽ നട്ടുപിടിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിനെ പറഞ്ഞു കൊടുക്കുന്നതിൽ, ഷിർക്കിനെ ചികിത്സിക്കുന്നതിൽ ഇവിടെ നമുക്ക് മാതൃകയാവുകയാണ്. വിശിഷ്യ കുരുന്നുകളെ നമ്മൾ സംസ്കരിക്കുമ്പോഴും ചെറുപ്രായക്കാരെ നമ്മൾ ഉത്ബോധിപ്പിക്കുമ്പോഴും. ഇതിന് സമാനമായൊരു സംഭവം എന്ന് പറയുന്നത് ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കെ പെൺകുട്ടികൾ പാട്ടുപാടി കളിച്ചപ്പോൾ അവരുടെ പാട്ടിൽ അവർ പറഞ്ഞു, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, വഫീനാ നബിയുൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, യഅലമു മാ ഫീ ഗദി, ആ പ്രവാചകൻ നാളെയുടെ കാര്യങ്ങൾ അറിയും എന്ന അർത്ഥത്തിൽ വരുന്ന വരിയാണ് അവർ പാടിയത്. പൂർവികരുടെ ചരിതങ്ങൾ, സച്ചരിതങ്ങൾ എണ്ണിക്കൊണ്ടുള്ള അവരുടെ പാട്ടും ആലാപനവുമായിരുന്നു. പക്ഷെ അതിൽ ഈ ഒരു വരി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അവിടെ പാടുന്നത് നിർത്തിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ പാടിയിരുന്ന വിഷയങ്ങൾ പാടിക്കൊള്ളുക, എന്നാൽ ഇത് നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാനങ്ങളിലും ഭൂമിയിലും ഗൈബ് അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, നാളെയുടെ വർത്തമാനം അറിയുന്നതും അല്ലാഹു മാത്രമാണ് എന്നവരെ ഉണർത്തുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇവിടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്രായക്കാരെ, കുരുന്നുകളെ ഇസ്ലാമിക അഖീദയും യഥാർത്ഥ തൗഹീദും പഠിപ്പിച്ചു. അവരുടെ മനസ്സുകളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ടു വളർത്തി. ഷിർക്കിൻ്റെ വരികളും വചനങ്ങളും അവരിൽ നിന്നുണ്ടായപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുരുന്നുകളെ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഈ ഒരു ശിക്ഷണത്തിൽ, ഈ ഒരു രക്ഷണത്തിൽ, ഈ ഒരു സംസ്കരണത്തിൽ നമുക്കെല്ലാവർക്കും ഉത്തമമായ മാതൃകയുണ്ട്. നമ്മളുടെ വീടുകളിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള കുരുന്നുകളെ നമ്മൾ എങ്ങനെ എടുക്കണം, വളർത്തി വലുതാക്കണം എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടി ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഇവിടെ നമ്മൾ ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിൽ ICCയിൽ നമ്മൾ മദ്രസ സംവിധാനമുണ്ട്. വളരെ ഭംഗിയായി കൃത്യമായി ഉള്ള ഒരു രീതിയാണ് ആ വിഷയത്തിലുള്ളത്. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്താ? പഠിപ്പിക്കുന്ന വിഷയങ്ങൾ കുരുന്നുകളാണ്. 5 വയസ്സ് പ്രായം മുതൽ അങ്ങോട്ട് ഉള്ള കുട്ടികൾ പഠിക്കുകയാണ്. അതിൽ മദ്രസയിൽ തന്നെ 13, 14 വയസ്സുള്ള കുട്ടികൾ വരെ പഠിക്കുന്നു. അവർക്ക് ഖുർആൻ ഹിഫ്ളാക്കൽ, അഖീദ, തൗഹീദ് ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രം, അതേപോലെ തന്നെ ചരിത്രം, സ്വഭാവ പാഠങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളാണ്. ദുആ, ദിക്റുകൾ, മനപ്പാഠമാക്കൽ, അത് മനസ്സിലാക്കൽ, ഇങ്ങനത്തെ വിഷയങ്ങളാണ് അതിലുള്ളത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ സ്വീകരിച്ച
അംഗീകരിച്ച സിലബസാണ് അതിൽ നമ്മൾ പ്രധാനമായി പഠിപ്പിക്കുന്നത്. അതിൽ ചില വിഷയങ്ങൾ ഏറെ പാൽക്കാരുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഏറെയുണ്ട്. പ്രഗത്ഭരായ അധ്യാപകരാണ് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്നുള്ളതാണ്. എത്ര ആളുകൾ മദ്രസ ഉപയോഗപ്പെടുത്തുന്നതിൽ അറിവുള്ളവരാണ്, അതിൽ കൃത്യതയും സജീവതയും ഉള്ളതാണ്. ഓരോരുത്തരും തങ്ങളോടാണ് ചോദിക്കേണ്ടത്. ഇതേപോലെ തന്നെ CRE എന്ന് പറഞ്ഞിട്ട് പിന്നെ മദ്രസ പഠനം കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന, അതേപോലെ അതിനപ്പുറം കോളേജിൽ പഠിക്കുന്നതായ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് CRE പഠന ക്ലാസ്സുകൾ. അതിൽ പഠിപ്പിക്കുന്നത് തൗഹീദാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദ്, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ, മനപ്പാഠമാക്കൽ, അതേപോലെ തന്നെ ഇമാം അൽ ഹാഫിദ് ബിൻ ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുലൂഗുൽ മറാം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം, അതിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളാണ് ഊന്നിയിട്ടുള്ള ഒരു പഠന രീതി. ഇങ്ങനെ ഈ വിഷയം പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും 4 മണി മുതൽ 7:30 വരെ സമയത്താണ് ആ ക്ലാസ്സുകൾ നടക്കുന്നത്. ICCയിൽ തന്നെ എല്ലാ വ്യാഴാഴ്ചയും 4 മണി മുതൽ 7:30 വരെയുള്ള സമയത്ത്. ആ CRE കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നടന്ന ഒരു മഹത്തായ സംരംഭമാണ്. വളരെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ കീഴടമായ വിദ്യാർത്ഥി സംഘടനയായ MSM ആണ് ആ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അതൊരു അനുഗ്രഹീതമായ സംരംഭമായിരുന്നു. വളരെയധികം വിദ്യാർത്ഥികൾ ടീനേജിൽ ഉള്ള അത് പിന്നിട്ട വിദ്യാർത്ഥികളാണ് അതിനാൽ വെളിച്ചം ഉൾക്കൊള്ളുകയും അതിനാൽ വിശ്വാസം പഠിക്കുകയും സംസ്കൃതരാവുകയും ചെയ്തത് എന്നത് ആ പരിപാടിയുടെ ചില CD-കളും മറ്റുമൊക്കെ ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ കേരളക്കരയിൽ ഉണ്ടായ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെയും അങ്ങനെയാണ് ആ കോഴ്സ് അത് ഉപയോഗപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ വിഷയത്തിലുള്ളത്. എന്ത് വേണം? ഇത്തരം വേദികളെ അന്വേഷിച്ചറിഞ്ഞ് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നതായ സ്ഥിതിവിശേഷം ഉണ്ടാകണം. വേദികൾ പലതാണ്, പക്ഷേ പല വേദികളിലും എന്താണ് അരങ്ങ് തകർക്കുന്നത്? ഈ കുട്ടികളെ കൊണ്ട്, അവരുടെ മസ്തിഷ്കം കൊണ്ട് പലരും ചൂഷണം ചെയ്യുകയാണ്. ചിലർ തീവ്രവാദത്തിലേക്ക്, ചിലർ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും, ചിലർ സാംസ്കാരിക ചുതിയുടെ ശവപ്പറമ്പുകളിലേക്ക് കുരുന്നുകളെ നയിക്കുന്ന, ഈ ബാല്യങ്ങളെ തെളിക്കുന്ന പല വേദികളുമാണുള്ളത്. യഥാർത്ഥ വിശ്വാസവും അതേപോലെ തന്നെ അഖീദയും അതിന് ഊന്നൽ നൽകിക്കൊണ്ട് തൗഹീദിൻ്റെ വിഷയം ശ്രദ്ധിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതായി ഇത്തരം വേദികളെ ഉപയോഗപ്പെടുത്തി നമ്മളുടെ കുരുന്നുകൾക്ക് നമ്മൾ മാതൃകയാവണം എന്നാണ് ഉണർത്തുവാനും വസിയത്ത് ചെയ്യുവാനുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ മഹത്തായ ഫളിനാൽ നമ്മുടെ മക്കളിലും നമ്മുടെ ഇണകളിലും നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫളിനാൽ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ ചില സഹോദരങ്ങളിൽ അവരുടെ ബന്ധുക്കൾ മരണപ്പെട്ട വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഒരാൾ അവരുടെ വല്യമ്മയും അതേപോലെ തന്നെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അളിയനുമൊക്കെ മരണപ്പെട്ട വാർത്ത അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹു അവരെ എത്തിപ്പെട്ട ഖബറിടങ്ങൾ അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മയും അവൻ്റെ ജന്നത്തിൽ ഒന്നിപ്പിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു അവരെ നഷ്ടപ്പെട്ട അവരുടെ ബന്ധുമിത്രാദികൾക്കും ഹൃദയവിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവർക്ക് കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.